empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പ്രഷില്ല എന്ന ഈ പ്രോഗ്രാമിലേക്ക് എൻ്റെ എല്ലാ അമ്മമാരെയും പ്രിയ സഹോദരിമാരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ഈ പ്രോഗ്രാമിന് കർത്താവ് നൽകിയിരിക്കുന്ന കീവേഡ്സ് അതാണ് നമ്മൾ പഠിച്ചത്. സുഭാഷിതങ്ങൾ 14-ാം അധ്യായം 1-ാം വാക്യം. ആ വചനത്തിലൂടെയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ യാത്ര ചെയ്തത്. അവിടെ വചനം പറയുന്നു, ജ്ഞാനമുള്ള സ്ത്രീ തൻ്റെ ഭവനം പണിയുന്നു, ഭോഷയായവൾ സ്വന്തം കൈകൊണ്ട് അത് ഇടിച്ചു നിരത്തുന്നു. ഈ ഒരു വചനത്തിന് നമ്മുടെ ഈ കാലത്തിൽ ഉള്ള വലിയ പ്രത്യേകതയും, നമ്മൾ ഓരോ സ്ത്രീകളും ദൈവിക ജ്ഞാനം പ്രാപിച്ച് നമ്മുടെ കുടുംബങ്ങളെ കർത്താവിനും സഭയ്ക്കും വേണ്ടി പണിതുയർത്തേണ്ടതിൻ്റെ വലിയ ആവശ്യകതയും കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു. അങ്ങനെ ദൈവിക ജ്ഞാനം പ്രാപിച്ച ഓരോ സ്ത്രീകളും തങ്ങളായിരിക്കുന്ന വ്യത്യസ്ത മേഖലകളിൽ, തങ്ങളായിരിക്കുന്ന വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ആ ദൈവിക ജ്ഞാനത്തെ വെളിപ്പെടുത്തും. അവളുടെ കുടുംബാംഗങ്ങളോടുള്ള പെരുമാറ്റത്തിലാകാം, തൻ്റെ ഭർത്താവിനോടുള്ള പെരുമാറ്റത്തിലാകാം, തൻ്റെ മക്കളുടെ ജീവിതചര്യയിൽ അവരെ ചിട്ടപ്പെടുത്തുന്നതിലാകാം, തൻ്റെ കുടുംബത്തെ ദൈവഭക്തിയിൽ വളർത്തുന്നതിലാകാം, തൻ്റെ തന്നെ ആത്മീയ ജീവിതവുമായി ബന്ധപ്പെട്ടാകാം, ഈവൻ അവളുടെ വാക്കുകളിലും പ്രവർത്തികളിലും വരെ ആ ജ്ഞാനം വെളിപ്പെടും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദൈവിക ജ്ഞാനം പ്രാപിച്ച ഒരു സ്ത്രീയുടെ വാക്കുകളിൽ വെളിപ്പെടുന്ന ജ്ഞാനത്തെക്കുറിച്ചാണ്. ഇതുമായി ബന്ധപ്പെട്ട് സങ്കീർത്തകൻ ഒരു പ്രാർത്ഥന നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. 19-ാം സങ്കീർത്തനം 14-ാം വാക്യം. ആ ഒരു വചനം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എന്റെ അഭയശിലയും വിമോചകനുമായ കർത്താവേ, എന്റെ അഭയശിലയും വിമോചകനുമായ കർത്താവേ, എന്റെ അധരങ്ങളിലെ വാക്കുകളും എന്റെ അധരങ്ങളിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ. എൻ്റെ അധരങ്ങളിലെ വാക്കുകളും ഹൃദയത്തിലൂടെ പോകുന്ന വിചാരങ്ങൾ പോലും കർത്താവേ അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ. എത്ര വലിയ പ്രാർത്ഥനയാണിത്! നമുക്ക് ഓരോരുത്തർക്കും സങ്കീർത്തകനോട് ചേർന്ന് ഈ പ്രാർത്ഥന ഒന്ന് ഏറ്റു പറയാം. എന്റെ അഭയശിലയും വിമോചകനുമായ കർത്താവേ, എന്റെ അധരങ്ങളിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ. എന്റെ അധരങ്ങളിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ. പ്രിയ സഹോദരിമാരെ, നമ്മുടെ അധരങ്ങളിൽ നിന്നുള്ള ഓരോ വാക്കുകളും, ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന ഓരോ വിചാരങ്ങളും നമ്മുടെ കർത്താവിൻ്റെ മുൻപിൽ സ്വീകാര്യമായിരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ഇന്നത്തെ ശുശ്രൂഷയിലൂടെ കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തർക്കും ഗ്രഹിക്കുവാൻ, അതിനാവശ്യമായ ജ്ഞാനം നമുക്ക് ലഭിക്കുവാൻ നമുക്കൊന്ന് ചേർന്ന് ആത്മാവിൽ ഐക്യപ്പെട്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഇന്നത്തെ ശുശ്രൂഷ ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഏറ്റെടുക്കണമേ. ജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ അധരങ്ങളിലെ വാക്കുകൾ കർത്താവിന് സ്വീകാര്യമാകുമാറ് ദൈവിക ജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ സ്ത്രീകളെയും, ഓരോ സഹോദരിമാരെയും ജ്ഞാനത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തങ്ങളുടെ കുടുംബങ്ങളെ ദൈവത്തിനായി, കർത്താവിനായി, സഭയ്ക്കായി പണിതുയർത്തുവാൻ ഓരോ സഹോദരിമാരെ അഭിഷേകം ചെയ്യണമേ. ജ്ഞാനത്താൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ. ഓരോരുത്തരുടെ മേലും, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കണമേ ആത്മാവേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഏറ്റെടുക്കണമേ. പരിശുദ്ധാത്മാവേ ഏറ്റെടുക്കണമേ. അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി. പരിശുദ്ധാത്മാവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി.
ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ, ഞങ്ങൾ ഓരോ സ്ത്രീകൾക്ക് വേണ്ടിയും അമ്മ പ്രാർത്ഥിക്കണമേ. സ്വർഗം ആഗ്രഹിക്കുന്ന ഉത്തമയായ ഭാര്യയാകുവാൻ, ഉത്തമയായ ഒരു കുടുംബിനിയാകുവാൻ, എല്ലാറ്റിലും ഉപരി യേശുവിന് സന്തോഷം നൽകുന്ന സ്ത്രീയായി മാറുവാൻ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, തിരുക്കുടുംബത്തിൻ്റെ പാലക, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ. നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ആമേൻ. യേശുവിൽ എൻ്റെ പ്രിയ സഹോദരിമാരെ, സുഭാഷിതങ്ങൾ 31-ാം അധ്യായം 10 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട, നമ്മൾ ഓരോ സ്ത്രീകളുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട കുറേയേറെ കാര്യങ്ങൾ നമ്മുടെ കർത്താവ് നമുക്കായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ വചനഭാഗങ്ങളിലൂടെ ജ്ഞാനമുള്ള ഒരു സ്ത്രീ അവളുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുന്ന ദൈവിക സ്വഭാവങ്ങൾ എണ്ണി എണ്ണി കർത്താവ് നമ്മളോട് പറയുന്നുണ്ട്. നമ്മൾ ഈ പ്രിഷില്ല എന്ന ഈ പ്രോഗ്രാമിൽ പ്രധാനമായിട്ടും കർത്താവ് നൽകിയിരിക്കുന്ന ഒരു പാറ്റേൺ നമ്മുടെ മുന്നേ പരിശുദ്ധ ബൈബിളിലും തിരുസഭാ ചരിത്രത്തിലുമൊക്കെ വിശ്വാസയാത്ര വളരെ വിജയകരമായി പൂർത്തിയാക്കിയ ഒത്തിരിയേറെ വീര വനിതകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവർ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രാവർത്തികമായി കാണുന്ന തിരുവചന ഭാഗങ്ങളാണ് ഈ സുഭാഷിതങ്ങൾ 31-ാം അധ്യായം 10 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങളിലൂടെ കർത്താവ് നമ്മളോട് പറയുന്നത്. നമ്മൾ അവരോരോരുത്തരെയും കുറിച്ച് തുടർന്ന് വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ പഠിക്കും. അതിനു മുൻപായിട്ട് ഈ ഒരു ഭാഗത്ത് സുഭാഷിതങ്ങൾ 31-ാം അധ്യായം 10 മുതൽ 31 വരെയുള്ള ഭാഗങ്ങളിൽ കർത്താവ് പറയുന്ന ഏതാനും ചില ദൈവിക സ്വഭാവങ്ങൾ അത് നമ്മൾ ഏറ്റെടുത്ത് സ്വന്തമാക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. അതിനായിട്ട് ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വചനഭാഗം സുഭാഷിതങ്ങൾ 31-ാം അധ്യായം 26-ാം തിരുവാക്യമാണ്. നമുക്ക് ആ വചനം ഒന്ന് ശ്രദ്ധാപൂർവം കേൾക്കാം. അവൾ വായ് തുറന്നാൽ, അവൾ വായ് തുറന്നാൽ ജ്ഞാനമേ പുറത്തു വരൂ, ജ്ഞാനമേ പുറത്തു വരൂ. ദയാമസൃണമായ ഉപദേശം, ദയാമസൃണമായ ഉപദേശം അവളുടെ നാവിലുണ്ട്, അവളുടെ നാവിലുണ്ട്. ജ്ഞാനമുള്ള ഒരു സ്ത്രീയുടെ വാക്കുകളിലൂടെ വെളിപ്പെടുന്ന ജ്ഞാനം. അവളുടെ വാക്കുകൾ എന്താണെന്നാണ് പരിശുദ്ധ വചനം നമ്മളോട് പറയുന്നത്. അവൾ വായ് തുറന്നാൽ ജ്ഞാനമേ പുറത്തു വരൂ, ദയാമസൃണമായ ഉപദേശം അവളുടെ നാവിലുണ്ട്. പ്രിയ സഹോദരിമാരെ, നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം നമ്മുടെ തന്നെ ജീവിതങ്ങളിലേക്ക്. നമ്മൾ വായ് തുറന്നാൽ എന്താണ് പുറത്തു വരുന്നത്? സാഹചര്യങ്ങളെല്ലാം നോർമലായി പോകുമ്പോൾ, നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ നമ്മൾ വായ് തുറക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ പ്രതികൂലങ്ങൾക്ക് മുൻപിൽ നമ്മൾ നിൽക്കുമ്പോൾ, നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ അധരങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്? ജ്ഞാനമുള്ള വാക്കുകളാണോ? ദയാമസൃണമായ ഉപദേശമാണോ? ഇതാണ് ഇന്ന് കർത്താവ് നമ്മളോട് ചിന്തിക്കാനായി ആവശ്യപ്പെടുന്നത്. അവൾ വായ് തുറന്നാൽ ജ്ഞാനമേ പുറത്തു വരൂ, ദയാമസൃണമായ ഉപദേശം അവളുടെ നാവിലുണ്ട്. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായം 4-ാം വാക്യത്തിലും ഇതുമായി ബന്ധപ്പെട്ട് കർത്താവ് നമ്മളോടൊരു കാര്യം പറയുന്നുണ്ട്. പരീക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്ക്, പരീക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്ക് ദൈവമായ കർത്താവ്, ദൈവമായ കർത്താവ് എന്നെ ശിഷ്യനെ എന്ന പോലെ, എന്നെ ശിഷ്യനെ എന്ന പോലെ അഭ്യസിപ്പിച്ചു. ദൈവമായ കർത്താവ് എന്ത് തരത്തിലുള്ള വാക്കുകളാണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? കർത്താവ് അഭ്യസിപ്പിച്ചത് എങ്ങനെയുള്ള വാക്കുകളാ? പരീക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്ക്. നമ്മളുടെ ഭർത്താവ്, നമ്മുടെ ജീവിത പങ്കാളി, നമ്മുടെ കുഞ്ഞുങ്ങൾ, അവർ വിഷമിച്ചിരിക്കുമ്പോൾ അവരെ ആശ്വസിപ്പിക്കുന്ന വാക്ക്, അവർ തളർന്നിരിക്കുമ്പോൾ അവരെ ഉയർത്തിക്കൊണ്ടുവരുന്ന വാക്ക്, അവരുടെ വിഷമങ്ങളിൽ അവരോട് ചേർന്ന് അവർക്ക് ആശ്വാസം നൽകി അവരെ ആത്മീയമായി ഉയർത്തുന്ന വാക്ക്. പരീക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്ക്
ദയാമസൃണമായ ഉപദേശം, ജ്ഞാനമുള്ള വചസ്സുകൾ. ഇതാണ് ഒരു സ്ത്രീയിൽ നിന്ന് ദൈവിക ജ്ഞാനം പ്രാപിച്ച് തൻ്റെ ഭവനത്തെ കർത്താവിൽ പണിതുയർത്തുന്ന, സഭയ്ക്കായി പണിതുയർത്തുന്ന ഒരു സ്ത്രീയിൽ നിന്ന് നമ്മുടെ കർത്താവ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ സ്വയം ഒന്ന് വിശകലനം ചെയ്യുക പ്രിയപ്പെട്ടവരെ. ജീവിത സാഹചര്യങ്ങൾ എന്തു തന്നെ ആയാലും ജ്ഞാനമുള്ള സ്ത്രീ വായി തുറന്നാൽ ജ്ഞാനമേ പുറത്തു വരും. ഇതാണ് തിരുവചനം പറയുന്നത്. നമുക്കൊരു വചനം കൂടി ശ്രദ്ധിക്കാം. സുഭാഷിതങ്ങൾ 18-ാം അധ്യായം 21-ാം തിരുവചനം. ജീവനെ നശിപ്പിക്കാനും പുലർത്താനും നാവിനു കഴിയും. തിരുവചനം എന്താണ് പ്രിയപ്പെട്ടവരെ പറയുന്നത്? ജീവനെ നശിപ്പിക്കാനും പുലർത്താനും നാവിന് കഴിയും. നമ്മുടെ നാവുകളുടെ മേല് കർത്താവ് നൽകിയിരിക്കുന്ന ആ ഒരു പവർ, അത് കൃത്യമായിട്ട് നമ്മൾ പ്രയോഗിക്കണം. നമ്മളുടെ കുടുംബങ്ങളെ പുലർത്താൻ, നമ്മുടെ കുടുംബങ്ങളെ പണിതുയർത്താൻ, നമ്മുടെ കുടുംബാംഗങ്ങളെ ആശ്വാസം നൽകി അവരെ ക്രിസ്തുവിൽ പണിതുയർത്താൻ നമ്മളുടെ നാവിന് സാധിക്കണം. ആ ഒരു അഭിഷേകമാണ് നമ്മൾ പ്രാപിക്കേണ്ടത്. വീണ്ടും തിരുവചനത്തിൽ ഒത്തിരിയേറെ പ്രാവശ്യം നാവിനെ കുറിച്ച്, അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കിനെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. സുഭാഷിതങ്ങൾ 12-ാം അധ്യായം 18-ാം വാക്യം. അവിടെ എന്താണ് തിരുവചനം പറയുന്നതെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. തുളച്ചു കയറുന്ന വാളുപോലെ വീണ്ടു വിചാരമില്ലാതെ വാക്കുകൾ പ്രയോഗിക്കുന്നവരുണ്ട്. വിവേകിയുടെ വാക്കുകൾ മുറിവുണക്കുന്നു. എന്താണ് ഈ വചനത്തിൽ കൂടെ കർത്താവ് നമ്മളോട് പറയുന്നത്? തുളച്ചു കയറുന്ന വാള് പോലെ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. ഒരു വാള് ഒരസിപ്പോവോ അറിയാതെ മുറിയോ അല്ല, തുളച്ചു കയറുകയാണ് ചെയ്യുന്നത്. ഒരു വാള് തുളച്ചു കയറിയാൽ അവിടെ ഉണ്ടാകുന്ന മുറിവ് അത് എത്ര മാത്രം വലുതായിരിക്കും. നമ്മൾ വീണ്ടു വിചാരമില്ലാതെ പറയുന്ന ഓരോ വാക്കും അത് കേൾക്കുന്നവർക്ക് തുളച്ചു കയറുന്ന വാള് പോലെയാണെന്നാണ് തിരുവചനം പറയുന്നത്. ആ മുറിവുണക്കാൻ അത്ര എളുപ്പമല്ല. ഇന്ന് നമ്മളുടെ കുടുംബങ്ങളിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ചേ. ഉണങ്ങാത്ത മുറിവുകൾ മൂലം തകർന്നു പോയ എത്ര കുടുംബങ്ങളെ നമുക്ക് ചുറ്റും കാണാം. നമ്മളുടെ വീണ്ടു വിചാരമില്ലാത്ത വാക്കുകൾ മൂലം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ, മക്കളും മാതാപിതാക്കളുടെ ഇടയിൽ, സഹോദരങ്ങളുടെ ഇടയിൽ എത്രയെത്ര വലിയ മുറിവുകൾ. ആ മുറിവുകൾ ഉണങ്ങാതെ എത്രയെത്ര ബന്ധങ്ങൾ പിരിഞ്ഞു പോയിരിക്കുന്നു. നമ്മുടെ വീണ്ടു വിചാരമില്ലാതെ പറയുന്ന വാക്കുകൾ വലിയ അപകടമാണെന്ന് തിരുവചനം പറയുകയാണ്. എന്നാൽ തുടർന്ന് വചനം പറയുന്നുണ്ട്, വിവേകിയുടെ വാക്കുകൾ മുറിവുണക്കുന്നു. ജ്ഞാനത്തോടെ കർത്താവിൽ നിന്ന് ജ്ഞാനം പ്രാപിച്ച് കർത്താവ് നമുക്ക് നൽകിയ നമ്മളുടെ കുടുംബാംഗങ്ങളോട് നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മൾ വിവേകത്തോടെ വാക്കുകളെ ഉപയോഗിക്കുമ്പോൾ അവിടെയുള്ള മുറിവുകൾ ഉണങ്ങുന്നു എന്നാണ് തിരുവചനം പറയുന്നത്. വീണ്ടും തിരുവചനത്തിൽ പറയുന്നുണ്ട്, സുഭാഷിതങ്ങൾ 13-ാം അധ്യായം 3-ാം വാക്യം. വാക്കുകളിൽ നിയന്ത്രണം പാലിക്കുന്നവൻ തന്റെ ജീവൻ സുരക്ഷിതമാക്കുന്നു. അധരങ്ങളെ നിയന്ത്രിക്കാത്തവൻ നാശമടയുന്നു. എത്ര വലിയ മുന്നറിയിപ്പാണ് തിരുവചനം നമുക്ക് നൽകുന്നത്. വാക്കുകളിൽ നിയന്ത്രണം പാലിക്കുന്നവൻ തൻ്റെ ജീവൻ സുരക്ഷിതമാക്കുന്നു. തൻ്റെ കുടുംബം, തൻ്റെ ബന്ധങ്ങൾ സേഫ് ആക്കുന്നു. അവിടെ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല സഹോദരിമാരെ. അതെല്ലാം കർത്താവ് അവിടെ സ്മൂത്തായിട്ട് കൊണ്ടുപോകും. വാക്കുകളിൽ നിയന്ത്രണം പാലിച്ചാൽ ജ്ഞാനമുള്ള സ്ത്രീക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. വാക്കുകൾ നിയന്ത്രണത്തോടെ ഉപയോഗിക്കാൻ. അധരങ്ങളെ നിയന്ത്രിക്കാത്തവൾ നാശമടയുന്നു. വീണ്ടും വചനം പറയുന്നത് എന്താണ്? അധരങ്ങളെ നിയന്ത്രിക്കാതെ വീണ്ടു വിചാരമില്ലാതെ വാക്കുകൾ പറഞ്ഞാൽ അത് കുടുംബത്തിൻ്റെ ആണെങ്കിലും വ്യക്തി ജീവിതത്തിൻ്റെ ആണെങ്കിലും നാശത്തിലേ അവസാനിക്കൂ. എത്ര വലിയ മുന്നറിയിപ്പാണ് തിരുവചനം നൽകുന്നത്. ആ മുന്നറിയിപ്പുകളെ സ്വന്തമാക്കി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഈ മുന്നറിയിപ്പുകളെ സ്വീകരിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന വിധം ജ്ഞാനത്തോടെ, വിവേകത്തോടെ, വീണ്ടു വിചാരത്തോടെ വാക്കുകളെ പ്രയോഗിക്കാൻ നമുക്ക് സാധിക്കണം. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും തിരുവചനം നമ്മളോട് പറയുകയാണ്. സുഭാഷിതങ്ങൾ 10-ാം അധ്യായം 19-ാം തിരുവാക്യം. വാക്കുകളേറുമ്പോൾ
വാക്കുകൾ ഏറുമ്പോൾ തെറ്റു വർദ്ധിക്കുന്നു. തെറ്റു വർദ്ധിക്കുന്നു. വാക്കുകളെ നിയന്ത്രിക്കുന്നവന് വാക്കുകളെ നിയന്ത്രിക്കുന്നവന് വീണ്ടു വിചാരമുണ്ട്. വീണ്ടും വിചാരമുണ്ട്. വാക്കുകൾ ഏറുമ്പോൾ നമ്മൾ എപ്പോഴും സംസാരിക്കണമെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നില്ല. വാക്കുകളെ നിയന്ത്രണത്തോടെ, ആവശ്യമുള്ളിടത്ത് മാത്രം ജ്ഞാനത്തോടെ, വിവേകത്തോടെ സംസാരിക്കാനാണ് തിരുവചനം പറയുന്നത്. നമ്മൾ സ്ത്രീകളെ കുറിച്ച് പൊതുവെയുള്ളൊരു ആരോപണമാണ്, 2 സ്ത്രീകൾ ഒരുമിച്ച് കൂടിയാൽ അവിടെ പിന്നെ പരദൂഷണമായി, നാട്ടിലുള്ള സകല കാര്യങ്ങളും പിന്നെ അവിടെ ഡിസ്കഷനിലേക്ക് വന്നു. എല്ലാം നമ്മൾ അങ്ങനെ സംസാരിച്ച് എത്ര നേരം വേണമെങ്കിലും സംസാരിച്ചിരിക്കാൻ സാധിക്കുമെന്ന് പൊതുവേ ഉള്ളൊരു ആരോപണമാണ്. ഈ ആരോപണത്തിനൊക്കെ എതിരായിട്ടാണ് നമ്മുടെ കർത്താവിൻ്റെ വചനം ഇവിടെ പറയുന്നത്. വാക്കുകൾ ഏറുമ്പോൾ നാം അറിയാതെ തന്നെ തെറ്റിലേക്ക്, പാപത്തിലേക്ക് പോവുകയാണെന്നാണ് തിരുവചനം ഇവിടെ പറയുന്നത്. വീണ്ടും തിരുവചനം പറയുന്നുണ്ട്, സുഭാഷിതങ്ങൾ 17-ാം അധ്യായം 27-ാം വാക്യത്തിൽ, വാക്കുകൾ നിയന്ത്രിക്കുന്നവൻ വിജ്ഞനാണ്. വിജ്ഞനാണ്. നിയന്ത്രണത്തോടെ വാക്കുപയോഗിച്ചാൽ അതൊരു വിജ്ഞാനത്തിന്റെ ലക്ഷണമായിട്ടാണ് തിരുവചനം പറയുന്നത്. നമ്മൾ ഭാര്യമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തിരുവചനത്തിലുണ്ട്. പ്രഭാഷകൻ 26-ാം അധ്യായം 14-ാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധാപൂർവം ശ്രവിക്കാം. മിതഭാഷിണിയായ ഭാര്യ കർത്താവിന്റെ ദാനമാണ്. മിതഭാഷിണിയായ ഭാര്യ, വാക്കുകൾ അധികം സംസാരിക്കാതെ നിയന്ത്രണത്തോടെ, വിവേകത്തോടെ, ജ്ഞാനത്തോടെ വാക്കുകൾ പ്രയോഗിക്കുന്ന ഒരു ഭാര്യ, ആ ഭാര്യ കർത്താവിൻ്റെ ദാനമാണെന്നാണ് വചനം പറയുന്നത്. ആ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവൾ ദൈവത്തിൻ്റെ ദാനമാണ്. കർത്താവ് അവന് നൽകിയ വലിയൊരു സമ്മാനമാണ്. ആ രീതിയിൽ മിതഭാഷിണികളായി മാറുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. അങ്ങനെ നമ്മളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവ് നൽകിയ ദാനമാണ് നമ്മളെന്ന് ആ ഒരു ബോധ്യത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഈ ഒരു കാര്യം വളരെയേറെ ശ്രദ്ധിക്കണം. തുടർന്ന് വീണ്ടും രസകരമായ ഒരു കാര്യം തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട്. പ്രഭാഷകൻ 25-ാം അധ്യായം 20-ാം തിരുവാക്യം, വൃദ്ധൻ മണൽക്കുന്ന് കയറുന്നതുപോലെയാണ്. വൃദ്ധൻ, വയസ്സായ ഒരു മനുഷ്യൻ, അപ്പച്ചൻ മണൽക്കുന്ന് കയറുന്നത് പോലെയാണ് ശാന്തനായ ഒരു ഭർത്താവ് വായാടിയായ ഭാര്യയോട് കൂടെ ജീവിക്കുന്നത്. ആ ഒരു അപ്പച്ചൻ എത്ര കഷ്ടപ്പെട്ടായിരിക്കും ആ ഒരു മണൽക്കുന്ന് കയറുക. അതുപോലെയാണെന്നാണ് തിരുവചനം പറയുന്നത്. പ്രിയ സഹോദരിമാരെ, വളരെ ശ്രദ്ധാപൂർവം നമ്മളായിരിക്കണം. ഇത്രയും കഷ്ടപ്പാട് നമ്മളുടെ ഭർത്താക്കന്മാർക്ക് നമ്മൾ കൊടുക്കണമോ? ശാന്തനായ ഭർത്താവ് വായാടിയായ ഭാര്യയോട് കൂടെ ജീവിക്കുന്നത് ഒരു വൃദ്ധൻ മണൽക്കുന്ന് കയറുന്നത് പോലെയാണ്. നമ്മളുടെ അധരങ്ങളിലെ വാക്കുകളുടെ പ്രയോഗം നമ്മൾ ശ്രദ്ധിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ബൈബിളിൽ വളരെ ശ്രേഷ്ഠയായ ഒരു വ്യക്തിയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ അമ്മ മാതാവ്, സ്വർഗം കൃപ നിറഞ്ഞവളെ എന്ന് വിളിച്ച നമ്മുടെ അമ്മയുടെ വാക്കുകളുടെ പ്രയോഗത്തെക്കുറിച്ച് പരിശുദ്ധ വചനം എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 19-ാം വചനം, അവിടെ തിരുവചനം എന്താണ് പറയുന്നത്? മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. എത്ര കാര്യങ്ങൾ അമ്മ മാതാവിന് പറയുവാനുണ്ടായിരുന്നു. പക്ഷെ അമ്മ എന്താ ചെയ്തത്? ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ അമ്മ മാതാവിൻ്റെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. എന്തൊക്കെ ജീവിത പ്രശ്നങ്ങളിലൂടെ നമ്മുടെ അമ്മ കടന്നുപോയി. അരിശപ്പെടാനും പിറുപിറുക്കാനും പൊട്ടിത്തെറിക്കാനും എന്തിനും ഉള്ള സാഹചര്യങ്ങളിൽ കൂടെ നമ്മുടെ അമ്മ കടന്നുപോയി. പക്ഷെ അവിടെയെല്ലാം ഒരു ജ്ഞാനമുള്ള സ്ത്രീയായി കർത്താവ് ആഗ്രഹിക്കുന്ന നിലപാടുകൾ എടുത്തുകൊണ്ട് തൻ്റെ കുടുംബത്തെ കർത്താവിന് വേണ്ടി പണിതുയർത്തുന്ന ഒരു ജ്ഞാനമുള്ള സ്ത്രീയാണ് നമ്മൾ കാണുന്നത്. ജ്ഞാനമുള്ള സ്ത്രീ വായ് തുറന്നാൽ ജ്ഞാനമേ പുറത്തു വരൂ എന്നാണ് തിരുവാക്യം പറയുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 51-ാം വാക്യത്തിലും വീണ്ടും തിരുവചനം പറയുകയാണ്, അവന്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു.
ദൈവപുത്രനായ തൻ്റെ മകനെ വളർത്തിക്കൊണ്ടുവന്ന അമ്മ, ആ കാര്യങ്ങളെല്ലാം, അതുമായി ബന്ധപ്പെട്ട് വന്ന ദുഃഖങ്ങളാകട്ടെ, എല്ലാം അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അമ്മ സംസാരിച്ചതായി തിരുവചനം പറയുന്നുണ്ട്. എന്താണ് അമ്മ സംസാരിച്ചതെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെയുള്ള തിരുവചനങ്ങൾ നമുക്കൊക്കെ അറിയുന്നതാണ്. നമ്മുടെ അമ്മ മാതാവിൻ്റെ സ്തോത്രഗീതം. അമ്മ വായി തുറന്നപ്പോഴൊക്കെ കർത്താവിൻ്റെ സ്തുതിഗീതങ്ങളാണ്. തൻ്റെ സൃഷ്ടാവിനെ സ്തുതിച്ചുകൊണ്ടുള്ള വാക്കുകളാണ് അമ്മ പ്രഘോഷിച്ചത്. അമ്മ വായി തുറന്നപ്പോൾ ഒക്കെ ജ്ഞാനം മാത്രമാണ് പുറത്തു വന്നത്. നമ്മുടെ അമ്മ മാതാവ് എത്ര വലിയ മാതൃകയാണ് നമ്മൾ ഓരോ സ്ത്രീകൾക്കും നൽകുന്നത്. ആ അമ്മയിൽ നിന്ന് എത്രമാത്രം നമുക്ക് പഠിക്കുവാനുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധ ബൈബിളിലും സഭാചരിത്രത്തിലും കർത്താവിൽ നിന്ന് ജ്ഞാനം പ്രാപിച്ച് വളരെ വിവേകത്തോടെ ജ്ഞാനത്തോടെ സംസാരിച്ച ഒട്ടനവധി സ്ത്രീകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ അമ്മ മാതാവിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി തിരിച്ചു വരാം. അമ്മ മാതാവ് എലിസബത്തിനെ സന്ദർശിക്കാൻ പോകുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 41-ാം വചനം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അമ്മ മാതാവ് ആ ഭവനത്തിൽ ചെന്ന് എലിസബത്തിനെ അഭിവാദനം ചെയ്തപ്പോൾ, ജസ്റ്റ് ഒന്ന് അഭിവാദനം ചെയ്തപ്പോൾ, ആ എലിസബത്തിന്റെ ഉദരത്തിൽ ഉണ്ടായിരുന്ന ശിശു കുതിച്ചു ചാടി. അത് കേട്ടുകൊണ്ട് നിന്ന എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. എത്ര വലിയൊരു കാര്യം അവിടെ പരിശുദ്ധ വചനം നമ്മളോട് പറയുന്നേ. ജ്ഞാനത്താൽ നിറഞ്ഞ് അമ്മ മാതാവ് അവിടെ വായി തുറന്നപ്പോൾ അത് കേട്ടുകൊണ്ടിരുന്ന ആ വ്യക്തി പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഇതല്ലേ നമ്മുടെ കുടുംബങ്ങളിൽ ഏറ്റവും ആവശ്യമായിരിക്കുന്നത്? ജ്ഞാനം പ്രാപിച്ച് ആ കുടുംബത്തിലെ സ്ത്രീകൾ വായി തുറക്കുമ്പോൾ, ആ കുടുംബത്തിലുള്ളവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞാൽ അതിലും വലിയൊരു അനുഗ്രഹം എന്താണുള്ളത്? ഇതാണ് ഓരോ സ്ത്രീയെ സംബന്ധിച്ചും കർത്താവ് നൽകുന്ന വിളി. ജ്ഞാനത്താൽ നിറഞ്ഞ് വായി തുറന്ന് സംസാരിക്കുക. വിവേകത്തോടെ, വീണ്ടും വിചാരത്തോടെ, ജ്ഞാനത്തോടെ വായി തുറക്കുക. അല്ലെങ്കിൽ എത്ര വലിയ അപകടങ്ങളാണ് വരുന്നതെന്ന് നമ്മൾ പരിശുദ്ധ വചനത്തിലൂടെ കണ്ടു കഴിഞ്ഞു. നമ്മുടെ നാവിനെ വളരെ നിയന്ത്രണത്തോടെ ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പുതിയ നിയമത്തിലും എല്ലാ അപ്പസ്തോലന്മാരും നമുക്ക് ആഹ്വാനം നൽകുന്നുണ്ട്. അതിൽ 1-2 വചനം മാത്രം ശ്രദ്ധിച്ച് നമുക്ക് ഈ ശുശ്രൂഷയുടെ അവസാനത്തിലേക്ക് കടക്കാം. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 1-ാം അധ്യായം 26-ാം വാക്യത്തിൽ തിരുവചനം പറയുകയാണ്, താൻ ദൈവഭക്തനാണെന്ന് ഒരുവൻ വിചാരിക്കുകയും തന്റെ നാവിനെ നിയന്ത്രിക്കാതെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രേ എന്നാണ് അപ്പസ്തോലൻ നമ്മളോട് പറയുന്നത്. ഒരുവൾ ദൈവഭക്തയാണെങ്കിൽ അവൾ തൻ്റെ നാവിനെ നിയന്ത്രിച്ചിരിക്കും എന്നാണ് അപ്പസ്തോലൻ പറയുന്നത്. തുടർന്നുള്ള ഭാഗങ്ങളിൽ അപ്പസ്തോലൻ പറയുന്നുണ്ട്, 3-ാം അധ്യായം അതിൻ്റെ സബ് ഹെഡിങ് തന്നെ നാവിൻ്റെ ദുരുപയോഗം എന്നാണ്. വളരെ ഗൗരവത്തോടെയാണ് അപ്പസ്തോലന്മാർ നാവിൻ്റെ ഉപയോഗത്തെ കണ്ടിരുന്നത്. 3-ാം അധ്യായത്തില് 6-ാം വാക്യത്തില് അപ്പസ്തോലൻ വളരെ വലിയൊരു കാര്യം നമ്മളോട് പറയുന്നുണ്ട്. നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. തുടർന്ന് വചനം പറയുകയാണ്, നമ്മുടെ അവയവങ്ങളിലൊന്നായ അത് ശരീരം മുഴുവനെയും മലിനമാക്കുന്നു. നരകാഗ്നിയാൽ ജ്വലിക്കുന്ന ഈ നാവ് പ്രകൃതി ചക്രത്തെ ചുട്ടുപഴിപ്പിക്കുന്നു. ഇവിടെ തിരുവചനം എന്താണ് നമ്മളോട് പറയുന്നത്? നരകാഗ്നിയാൽ ജ്വലിക്കുന്ന ഈ നാവ്, നമ്മുടെ ശത്രുവായ പിശാച് നമ്മുടെ കുടുംബങ്ങളുടെ, നമ്മൾ ഓരോരുത്തരുടെയും നാശം ആഗ്രഹിക്കുന്ന പിശാച് നരകത്തിന്റെ തീയ് നമ്മുടെ നാവിലേക്ക് തൊടുത്തു വിടുകയാണ്. ഈ നരകത്തിന്റെ തീയാണ് പിന്നെ നമ്മുടെ കുടുംബങ്ങളിൽ കത്തുന്നത്. അപ്പോഴാണ് പിന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ അവിടെ കലഹങ്ങൾ ഉണ്ടാകുന്നത്, അവിടെ ബന്ധങ്ങൾ വേർപെടുന്നത്, ഡിവോഴ്സിലേക്ക് അത് നീങ്ങുന്നത്.
നമ്മുടെ കുഞ്ഞുങ്ങൾ വേദനിക്കുന്നു, ബന്ധങ്ങൾ വേർപിഴിയുന്നു. ഇതെല്ലാം സംഭവിക്കുന്നത് നമ്മുടെ നാവിൽ നരകാഗ്നി വന്നു ചേരുമ്പോഴാണ്. എൻ്റെ പ്രിയ സഹോദരിമാരെ, നമ്മൾ സ്ത്രീകൾ നമ്മുടെ നാവുകളെ ഒന്ന് ശ്രദ്ധിച്ചാൽ എത്രയോ കുടുംബങ്ങളെ നമുക്ക് വീണ്ടും യോജിപ്പിക്കാനായിട്ട് സാധിക്കും. എത്രയോ വേർപാടിൻ്റെ അറ്റത്ത് വന്ന് നിൽക്കുന്ന ബന്ധങ്ങളെ കൂട്ടിയിണക്കാനായിട്ട് നമുക്ക് സാധിക്കും. വിവേകത്തോടെ ഉപയോഗിക്കുന്ന വാക്കുകൾ മുറിവുണക്കുന്നു എന്ന് വചനത്തിൽ നിന്ന് നമ്മൾ കണ്ടതാണ്. മുറിവുകളെ ഉണക്കി ബന്ധങ്ങളെ തിരിച്ചു പിടിക്കുന്നവരായി നമ്മൾ സ്ത്രീകൾക്ക് മാറാം. അങ്ങനെ ആ കുടുംബത്തെ കർത്താവിൽ, സഭയ്ക്കും കർത്താവിനും വേണ്ടി പണിതുയർത്തുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഒരു വചനം കൂടി കണ്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. പ്രഭാഷകൻ 22-ാം അധ്യായം 27-ാം വാക്യം. എന്റെ വായ്ക്ക് കാവൽക്കാരനും എൻ്റെ വായ്ക്ക് കാവൽക്കാരനും എന്റെ ചുണ്ടുകളിൽ വിവേകത്തിന്റെ മുദ്രയും എൻ്റെ ചുണ്ടുകളിൽ വിവേകത്തിന്റെ മുദ്രയും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വീഴുകയോ നാവുമൂലം നശിക്കുകയോ ചെയ്യുകയില്ലായിരുന്നു. വചനം വലിയൊരു സത്യം നമ്മളോട് പറയുകയാണ്. എൻ്റെ വായ്ക്ക് കാവൽക്കാരനും ചുണ്ടുകളിൽ വിവേകത്തിന്റെ മുദ്രയും ഉണ്ടായിരുന്നുവെങ്കിൽ ഞാനുമായി ബന്ധപ്പെടുന്നവരും തമ്മിൽ വീഴ്ചകൾ ഉണ്ടാവുമായിരുന്നില്ല, അവിടെ നാശം ഉണ്ടാവുമായിരുന്നില്ല. എന്താണ് പ്രശ്നം വന്നത്? നമ്മുടെ അധരങ്ങളിൽ വിവേകത്തിന്റെ വാക്കുകൾ ഇല്ലാതെയായിപ്പോയി. അതുമൂലമാണ് നാശങ്ങൾ നമ്മുടെ കുടുംബത്തിൽ സംഭവിച്ചത്, നമ്മുടെ ബന്ധങ്ങളിൽ സംഭവിച്ചത്. നമുക്ക് ശ്രദ്ധയുള്ളവരായിരിക്കാം. ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ നമ്മളൊരു സങ്കീർത്തന വചനം പറഞ്ഞാണ് പ്രാർത്ഥിച്ചത്. ആ വചനം ഒരിക്കൽ കൂടി ഏറ്റുപറഞ്ഞ് ഇന്നത്തെ ശുശ്രൂഷയെ നമ്മുടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. 19-ാം സങ്കീർത്തനം 14-ാം തിരുവാക്യം. എൻ്റെ അഭയശിലയും വിമോചകനുമായ കർത്താവെ, എൻ്റെ അധരങ്ങളിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ. സങ്കീർത്തകനോട് ചേർന്ന് എപ്പോഴും നമ്മുടെ അധരങ്ങളിലെ വാക്കുകൾ, ഹൃദയത്തിലെ വിചാരങ്ങൾ കർത്താവിന് സ്വീകാര്യമായിരിക്കുവാൻ, ജ്ഞാനത്തോടെ മാത്രം സംസാരിക്കുവാൻ, ജ്ഞാനമുള്ള സ്ത്രീയായി വായി തുറക്കുമ്പോൾ ജ്ഞാനം പുറത്തു വരുവാൻ, ദയാമസൃണമായ ഉപദേശം നമ്മളുടെ അധരങ്ങളിൽ ഉണ്ടായിരിക്കുവാൻ, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ആശ്വാസം നൽകുന്ന വാക്ക് നമ്മളിൽ നിന്ന് പുറപ്പെടുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊന്ന് ചേർന്ന് ഐക്യത്തോടെ കർത്താവിന്റെ മുൻപിൽ നന്ദിയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് കർത്താവിന്റെ മുൻപിൽ ആയിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ അധരങ്ങളെ ഏറ്റെടുക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, സഹോദരിമാർ ഓരോരുത്തരുടെ മേലും അങ്ങ് കൃപയായി നിറയണമേ, ജ്ഞാനത്താൽ നിറയ്ക്കണമേ. തങ്ങളുടെ കുടുംബങ്ങളെ ക്രിസ്തുവിനായി, സഭയ്ക്കായി പണിതുയർത്തുവാൻ ഓരോ സഹോദരിമാരെയും പരിശുദ്ധാത്മാവേ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ആരാധന. പരിശുദ്ധാത്മാവേ സഹോദരിമാരെ ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങളുടെ ആ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് തങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് ജീവിക്കുവാനായിട്ട് ഓരോ സഹോദരിമാരെയും പരിശുദ്ധാത്മാവെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബങ്ങളെ ക്രിസ്തുവിൽ പണിതുയർത്തുവാൻ ഓരോ സഹോദരിമാരെയും അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ ആരാധന. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ പ്രിയ സഹോദരിമാരെ, അടുത്ത ആഴ്ചയിലും നിങ്ങൾ ഇനിയും അറിയാത്ത നമ്മുടെ സഹോദരിമാരെ ഈ കൂട്ടായ്മയിലേക്ക് ചേർത്ത് കൊണ്ടുവരിക. നമുക്ക് ഒരുമിച്ച് ഐക്യത്തോടെ കർത്താവിന് സഭയ്ക്കും വേണ്ടി നമ്മുടെ കുടുംബങ്ങളെ പണിതുയർത്തുവാനായിട്ട് ഒരുമിച്ച് അണിചേരാം. ഒപ്പം നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങളും ഒക്കെ തുടർന്ന് കാണിക്കുന്ന അഡ്രസ്സിൽ എഴുതി അറിയിക്കുക. കൂടാതെ ഞങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടിയും ഈ ശുശ്രൂഷയ്ക്ക് പിന്നിൽ അധ്വാനിക്കുന്ന ഓരോരുത്തർക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം. അടുത്ത ആഴ്ച ഇതേ സമയം നമുക്ക് വീണ്ടും കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ കണ്ടുമുട്ടാം. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811.
ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652. Empowering women in Christ.